പക്ഷെ ഓർക്കേണ്ടത് അദ്ദേഹം കാണിച്ചതായ മാതൃകകളെ പിൻപറ്റുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. 54 വർഷത്തെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യായുസ് ചെയ്യാവുന്നതിന് അതിന്മടങ്ങ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പരിമണിക്കുന്നതിന് നമ്മളിൽ കാണുന്നത്. പരിശുദ്ധനായ മാർത്തോമാ സ്വന്തക്കാരും ബന്ധക്കാരുമില്ലാത്ത ദേശത്തെ കൂട്ടുകാരെല്ലാം 2 പേര് വീതം പോയപ്പോൾ ഒറ്റയ്ക്ക് ഈ ദൂരദേശത്തേക്ക് വന്നത് നമ്മുടെ കർത്താവിന്റെ ആജ്ഞ അനുവർത്തിച്ച എല്ലാം തനിക്ക് ദൈവത്തിന് വേണ്ടി മാത്രമല്ല, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമെല്ലാം ദേഹത്തിൽ ഒരു പ്രയാസം കൂടാതെ സഹിക്കുകയും ദൈവത്തിനായി സ്വയം അർപ്പിക്കുന്ന പരിശുദ്ധനായ ഈ വിശുദ്ധനെ ഓർക്കുമ്പോൾ, പരിശുദ്ധന്മാരെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമോ, എന്റെ ദൈവത്തിനായ മഹത്വത്തിന് വേണ്ടിയും അതുപോലെ തന്നെ എന്റെ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എന്താണ് എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞത്. പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യേ നാം തകർന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. അനുഗ്രഹീതരെ ഇത് നമ്മൾ മനസ്സിലാക്കി നാം എന്താണ് എന്ന് നാം ചിന്തിക്കണം. ഉദോഷിക്കയിൽ തുടങ്ങിയതായ ഒരു യാത്ര എന്നെ പെരുന്നാൾ വരെ എത്തിച്ചേരുകയാണ്. ഈ യാത്രയിൽ എന്തായി ഞാൻ എന്ന് ചിന്തിക്കുകയും കുർബാന അനുഭവിക്കും. ഉദോഷത്തെ നമുക്കറിയാം, ദൈവത്തിന്റെ ഭവനമായിട്ട് ഭവനത്തെ ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുന്നതായ പെരുന്നാളുകളാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ കൊച്ചു കൊച്ചു ദൈവാലയങ്ങളാണ്. നമ്മൾ പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ദേവാലയങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ദേവാലയങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മന്ദിരം ദൈവാലയമാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരങ്ങളാണെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ സാക്ഷിക്കുന്നവരാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മന്ദിരം. വീണ്ടും അവിടെ പറയുന്നു, 10-ാം വാക്യം മുതൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ ജ്ഞാനമുള്ള ഒരു ശില്പിയായി അടിസ്ഥാനം ഇട്ടുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. കർത്താവ് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ അതിന് കൂടാതെ വേറെ അടിസ്ഥാനം ആർക്കും അർഹതയില്ല. കർത്താവ് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ഞാനും നിങ്ങളും പണിയപ്പെടുന്നു എന്ന് പറയുന്നു. പരിശുദ്ധ സ്ത്രീയന്മാരും പരിശുദ്ധനായ പരിമളത്തിനുമേലും നമുക്ക് അവിടെ പണിയപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളും അവിടെ പണിയപ്പെട്ടിരിക്കുന്ന കല്ലുകളാണ്. അവിടെ പറയുന്നുണ്ട് ചിലർ വൈക്കോൽ കൊണ്ട് പണിയപ്പെടും. അത് രണ്ടാമത്തെ വരവെങ്കിൽ ശോധന ചെയ്യുന്ന കാര്യങ്ങൾ. ഞാനും നിങ്ങളും വെറും വൈക്കോലുകളായിട്ട് അവിടെ ഇരിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ വരവെങ്കിൽ ശോധന ചെയ്യുമ്പോൾ അതിന്റെ കൂതാശ സമയത്ത് എന്റെ നിങ്ങളുടെ അവസ്ഥ ദയനീയമായിരിക്കും എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ചു വന്നു. മൂന്നാമത് നമുക്കറിയാം, ഈ ദേവാലയം മുറക്കൊണ്ട് കൂതാശിലാണ്. അത് ശുദ്ധീകരിക്കപ്പെടുന്നത്, കൂടുതൽ പ്രകാശിക്കപ്പെടുന്നത് എന്റെ നിങ്ങളുടെ വായിൽ നിന്നുള്ള പ്രാർത്ഥന. പരിമള പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, അവിടെ എന്തുകൊണ്ടാണ് അവിടെ ജീവനുള്ളതായിരുന്നത്? നിത്യേന കവിതയുമായിട്ട് പ്രാർത്ഥിക്കുന്ന ജനം അവിടെ ദൈവത്തിലാണ് ഇളക്കി വസിക്കുക. സ്തോത്രങ്ങളായ അഭ്യർത്ഥികളെല്ലാം മുഖരിതമാണ്. വൈദ്യുതി ഹോസ്പിറ്റലിൽ അവിടുത്തെ ചാപ്പലിൽ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും. അതിന് ഫലം കിട്ടും തോന്നാറ് അറിയാമോ? അതിന് കാരണം എന്താണെന്നറിയാമോ? അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരും അവിടെ വരുന്നവരെല്ലാം ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിരുന്നു. അതിന് നിങ്ങളും എന്തിനാണ് ദേവാലയത്തിൽ വരുന്നത്? ഈ കുഞ്ഞു കുഞ്ഞു ദേവാലയങ്ങളാവുന്ന ഞാൻ നിങ്ങൾ എന്തിനാണ് ദേവാലയത്തിൽ വരുന്നത്? സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനാണോ അട്ടഹാസങ്ങൾക്കാണോ വരുന്നതെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടത് അത്യാവശ്യം. കർത്താവിനായ അനുഗ്രഹത്തിൽ ഈ കുഞ്ഞു ദേവാലയമാണ് ഇതിനെ കൂടുതൽ മുഖരിതമായ ദുർശ്വാസങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ഈ കുഞ്ഞു ദേവാലയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഈ കുഞ്ഞു ദേവാലയം കർത്താവിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട ദേവാലയം. അതിന്റെ ശുദ്ധീകരണവും പ്രതീക്ഷയും കഴിഞ്ഞ് പരിശുദ്ധന്മാരെ എല്ലാം ഓർത്ത് ഞങ്ങൾ പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ ഇരുന്ന് ചിന്തിക്കുക, എന്നിൽ എന്റെ ദൈവം തമ്പുരാൻ ഇറങ്ങി വസിക്കുമോ? എന്റെ ദൈവം തമ്പുരാൻ എന്നിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ഇല്ലെങ്കിൽ അവയെ പരിശോധിക്കുവാനും അവയെ സമർപ്പിക്കുവാനും നാം ഓരോരുത്തരും ഇടയാകേണ്ടത് അത്യാവശ്യം. നമ്മളോട് പ്രകാശിക്കുന്നതായ
8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഞാൻ കൃഷിക്കാരൻ. ഏറെക്കുറെ വനം പോലെയുള്ള സ്ഥലത്താണ് ഞാൻ പോയി താമസിച്ചത്. പാലക്കാട് കുറച്ച് പ്രദേശത്ത് ഈ ഇടവപ്പാതി കഴിഞ്ഞ് ഞങ്ങളുടെ പറമ്പുകളിലെല്ലാം മരങ്ങളും ഈ കപ്പ കഴിയും. അതിന് ചോലയടിക്കാൻ ഒരു ദിവസം രാത്രിയിൽ ഏകദേശം 8-9 മണിയായപ്പോൾ ഞാൻ വേറൊരാളും കൂടെ അവിടെ പറമ്പിൽ പോയി വർത്താനം പറയും. കാഴ്ചയോ കണ്ട് നക്ഷത്രങ്ങളെയോ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച വന്ന് പെട്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇരുമുള്ളെന്ന് പറയുന്ന ഒരു മരത്തിന്റെ കൊമ്പുകൾ അവിടെ കുറച്ച് കൊമ്പുകളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പോതിട്ടേക്കും. അതിന്റെ പുറത്ത് പെട്ടെന്ന് ഒരു പ്രകാശം, സ്വർണ്ണ ഗോളം പോലെ ഒരു പ്രകാശം. അന്നൊക്കെ യക്ഷിയുടെ കഥയൊക്കെ പഠിച്ചു ഈ പോലെ ഈ അദ്വൈതമാണോ എന്ന് നല്ല പ്രകാശം കാണാൻ മനോഹരം. ഞങ്ങൾ ധൈര്യം സംഭവിച്ചായിരുന്നു. കർത്താവിന്റെ പുരാണി എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ പിശാച് അടുത്തുവരില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചു. അത് നെഞ്ചത്ത് കൈകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പിശാചാണെങ്കിൽ എടുക്കാതിരിക്കും എന്ന് നോക്കിവന്ന കാര്യം അറിയാമോ? 1000 ചെല്ലുവാൻ ബെന്യാമിനുകൾ ഒന്നിച്ച് ഇലുമിനേഷൻ നടത്തും. അവർ ഒന്നിച്ച് കത്തും. എന്ത് മനോഹരമായിരുന്നു അറിയാമോ? എന്ത് മനോഹരമായിരുന്നു അറിയാമോ? എനിക്ക് ഈ ഇരിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാവുന്ന പ്രകാശ ഗോപുരങ്ങളായിട്ട് പ്രകാശിക്കുന്ന ദീപങ്ങളായിട്ടിരുന്നാൽ നമുക്ക് എത്രമാത്രം പ്രകാശമായിരിക്കും സമൂഹത്തിലെ ദിശാബോധക്കാരനുമായി നമുക്ക് കഴിയും. നമുക്ക് ഇങ്ങനെ പ്രകാശം വമിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. നമ്മിൽ നിന്ന് അശുദ്ധിയെ മാറ്റി പ്രകാശിക്കുന്ന ദീപങ്ങളെ കുഞ്ഞു കുഞ്ഞു കൈത്തിരികളായി ഒരു മിന്നാമിന് നോക്കിയാൽ അത്ര വലിയ പ്രകാശമൊക്കെ ഒത്തിരി മിന്നാമിനുകൾക്ക് ഒന്നിച്ചു കൂടുമ്പോൾ അഗ്നി പറയുന്നുണ്ട്, വെള്ളത്തുള്ളികൾ അനേകം തുള്ളികളാകുമ്പോൾ കടക്കുവാൻ പാടില്ലാത്ത നദിയായിത്തീരുന്ന പോലെ ഇടകീനങ്ങളായ പ്രാർത്ഥനകൾ അത് പൊഴിയെ കടക്കുവാൻ പാടില്ലാത്ത പൊഴിയായിത്തീരുന്നു. നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹമായ സന്താനങ്ങളായി പ്രകാശിക്കുന്ന ദൈവങ്ങളായി തീരുവാൻ നമുക്ക് ഇടയാകണം. പിന്നെ നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശവസ്കാര പ്രാർത്ഥനകൾ മരണം കാലിൽ തുടങ്ങി തലവരിൽ എത്തുന്നതിനിടയ്ക്ക് നിന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് മനുഷ്യാവതാരകാലം കൽപ്പിച്ച് ക്രമീകരിച്ചനായ ദൈവതമ്പുരാൻ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയോട് ചേർന്ന് കഴിഞ്ഞ മെയ് മാസം ഭാഷാഘോഷിനിയിലെ യൂസഫലി പേറ്റേരി എന്ന മുസ്ലിം എഴുത്തുകാരൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വലിയ പാട്ടുകാരനല്ല, പാട്ട് ശരിയായ പാട്ട് ഹൃദയ തുടിപ്പാൻ അളക്കുകയാണ് ഞാൻ. എന്റെ ഓരോ കാര്യം വിളിക്കുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. പ്രതിപദം അപകിലേക്കുള്ള ദൂരം ഓരോ മിടിപ്പുകൾക്കും നമ്മുടെ ആ ശത്രുവിനെ കുറയും. അത് കുറഞ്ഞു വരുമ്പോൾ കബറിലേക്ക്, മുസ്ലിമാണ് കബറുള്ളത്, കല്ലറയിലേക്കുള്ള ദൂരം അറിയാൻ എനിക്ക് ചുരുങ്ങി വരികയാണ്. അനുപദം നീ ആക്കേണ്ട ദൂരം അതും മറന്നിടുന്നു സംസാരലീനം ഞാൻ അമിത പ്രതീക്ഷാലഹരി മൂലം. നമുക്കറിയാം നമ്മുടെ കാലം ചുരുങ്ങി വരികയാണ്. പക്ഷേ മരിക്കുന്നത് വരെയും അമൃത പ്രതീക്ഷ ലഹരി മൂലം നമ്മളിതെല്ലാം മറക്കുകയാണ്. അവൻ മരിക്കുന്നത് വരെ എല്ലാവരും നിങ്ങളുടെ അടുത്തിടയ്ക്കും പള്ളിയും കപ്പലിലേക്ക് അയക്കാൻ പോയിട്ടുണ്ടാവുമല്ലോ. അന്ന് ആരുടെയും മനസ്സിൽ വന്നോ ഇതുപോലെ ഒരു ദിവസം എന്നെയും കിടത്തിയായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നി? അത്രാജനായിട്ട് എന്നെ നിജിത്തിയാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും അയക്കുമ്പോൾ ഒരാളെ അയക്കും എന്നുള്ള ആശ്വസിക്കും. എന്റെയും ആയുസ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് എന്ത് വേണം? നാം അനുതാപത്തിലേക്ക് മനസ്സ് ധൃതിപ്പെട്ടുകൊണ്ടവരായി പ്രകാശിക്കുന്ന ഗോളങ്ങളായി തീരുവാൻ കഴിയണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ